ന്യൂസിലൻഡിൽ എവിടെയൊക്കെ പ്രൈസ് കുറച്ച് ഗ്രോസറി കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇമ്പോർട്ട് ചെയ്യുന്ന ഗ്രോസറികൾ നമുക്ക് എങ്ങനെയൊക്കെ ന്യൂസിലൻഡിൽ വിൽക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു റീറ്റെയിൽ സ്റ്റോർ വഴി വിൽക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കമ്പനിയുടെ പേര് MBA അപ്രൂവ്ഡ് സപ്ലൈ ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ കമ്പനിയുടെ പേര് അപ്രൂവ്ഡ് സപ്ലൈ ലിസ്റ്റിൽ വരണമെങ്കിൽ തീർച്ചയായും നമ്മുടെ പെർമിസസ് MBAയുടെ ഫുഡ് ഓഡിറ്റിന് വിധേയമാവണം. റീറ്റെയിൽ സ്റ്റോറുകൾ നടത്തുന്ന എനിക്ക് എന്റെ കടയിലേക്ക് സപ്ലൈ ചെയ്യുന്ന എല്ലാ സപ്ലയറുടെയും ഒതന്റിസിറ്റി ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. പ്രൈസ് കുറച്ച് ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഗ്യാരേജുകളിലും ഗോഡൌണുകളിലും വെച്ച് വിൽക്കുന്നവർക്ക് ഈ പറയുന്ന മാൻഡേറ്ററി റിക്വയർമെന്റ് ഒന്നും അവർ പാലിക്കുന്നതേയില്ല. വിലക്കുറവ് മാത്രം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ആളുകളുടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ന്യൂസിലൻഡ് നിയമം വയലേറ്റ് ചെയ്യാൻ നിങ്ങൾ കൂട്ടുനിൽക്കുകയാണ്. ഐസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ 100% കസ്റ്റമറോട് കമ്മിറ്റഡും അതേപോലെ ട്രാൻസ്പെറന്റുമാണ്. ഐസത്തിന്റെ പർപ്പസ് എന്തെന്ന് വെച്ചാൽ 100% ന്യൂസിലൻഡ് നിയമത്തോട് വിധേയപ്പെട്ട് ക്വാളിറ്റി പ്രോഡക്ട്സ് റീസണബിൾ പ്രൈസിൽ കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ്.